കോർപ്പറേഷനിൽ കൂട്ടരാജി. ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ CPI രാജിവെച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവികളിൽ നിന്ന് CPI ഒഴിഞ്ഞു. കോർപ്പറേഷനിലെ CPIM CPI തർക്കമാണ് രാജിയിൽ കലാശിച്ചത്. പത്തനംതിട്ടയിൽ ദമ്പതികൾ അടക്കമുള്ള സംഘത്തെ നടുറോട്ടിൽ അകാരണമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി തുടങ്ങി. പത്തനംതിട്ട SI S ജിനുവിനെ സ്ഥലം മാറ്റി. SP ഓഫീസിലേക്കാണ് മാറ്റം. തുടർ നടപടി DIG തീരുമാനിക്കും. വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി DIGക്ക് നൽകി. കർണാടകയിൽ മലയാളിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത. അനാമികയുടെ ആത്മഹത്യ മാനസിക പീഡനം മൂലമെന്ന ആരോപണവുമായി ബന്ധുക്കളും സഹപാഠികളും. ദയാനന്ദ് സാഗർ കോളേജ് മാനേജ്മെന്റിനെതിരെയാണ് ആരോപണം. കോപ്പിയടിച്ചെന്ന് ആരോപിച്ച് കോളേജിൽ നിന്ന് പെൺകുട്ടിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മാവൻ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കരുതുന്നില്ലെന്ന് ഡോക്ടർമാർ. കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരാണ് പരിശോധന നടത്തിയത്. പകുതി വിലക്ക് ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയവ വാഗ്ദാനം ചെയ്ത അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനം. കോടികളുടെ വൻ തട്ടിപ്പാണ് സംസ്ഥാനത്താകെ നടത്തിയിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് പോലീസ്. സംസ്ഥാനത്തുടനീളം അനന്തകൃഷ്ണനെതിരെ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറി 1ാം സമ്മാനത്തിന് അർഹമായ ലോട്ടറി വിറ്റത് കണ്ണൂരിൽ. അനീഷ് എന്ന ഏജന്റ് വഴി വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനമായ 20 കോടി രൂപയ്ക്ക് അർഹമായത്. കണ്ണൂർ ചക്കരക്കല്ലിലെ മുത്തു ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് 1ാം സമ്മാനം. 1ാം സമ്മാനം ലഭിച്ചത് സത്യൻ എന്ന ആൾക്കാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏജൻസിയിൽ നിന്ന് ഒരു ബുക്ക് ടിക്കറ്റാണ് സത്യൻ എന്നയാൾ എടുത്തതെന്ന് ഇരിട്ടിയിലെ ലോട്ടറി ഏജൻസി ഉടമ പറഞ്ഞു. എന്നാൽ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ലെന്നും ഉടമ കൂട്ടിച്ചേർത്തു. 2ാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കാണ് ലഭിച്ചത്. 3ാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 30 പേർക്കും 4ാം സമ്മാനം 3 ലക്ഷം രൂപ വീതം 20 പേർക്കുമാണ് ലഭിക്കുക. അമേരിക്ക അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി നാടുകടത്തിയ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചതിൽ കടുത്ത പ്രതിഷേധമറിയിച്ച് കോൺഗ്രസ്. ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് അപമാനിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് ഇന്ത്യക്കാരനെന്ന നിലയിൽ ദുഃഖം തോന്നുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. തിരുപ്പതി ക്ഷേത്രത്തിലെ ജീവനക്കാരായ 18 അഹിന്ദുക്കൾക്കെതിരെ നടപടിയുമായി ദേവസ്വം ബോർഡ്. അഹിന്ദുക്കളായ ജീവനക്കാരോട് സ്വമേധയെ വിരമിക്കാനോ അല്ലെങ്കിൽ സർക്കാരിന് കീഴിലെ മറ്റു വകുപ്പുകളിലേക്ക് സ്ഥലം മാറുകയോ ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. മഹാകുംഭമേളയിലെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് പ്രധാനമന്ത്രി പ്രഗ്യാജിലെത്തിയത്. ഗംഗാ നദിയിലൂടെ മോദി ബോട്ട് സവാരി ചെയ്തു. പിന്നീട് മന്ത്രങ്ങൾ ഉരുവിട്ട് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ് മോദിയുടെ കുംഭമേള സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. പലസ്തീനുകളെ ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസ പുനർനിർമ്മിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രദേശമാക്കും. പലസ്തീനുകളെ ഗാസയ്ക്ക് പുറത്തേക്ക് മാറ്റി പാർപ്പിക്കുമെന്നും ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ICCയുടെ പുതിയ T20 റാങ്കിംഗ് പുറത്തു വന്നപ്പോൾ വമ്പൻ നേട്ടമുണ്ടാക്കി ഇന്ത്യയുടെ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ 14 വിക്കറ്റുമായി പരമ്പരയുടെ താരമായ വരുൺ 705 റേറ്റിംഗ് പോയിന്റുമായി 3ാമതെത്തി. ഇതേ റേറ്റിംഗ് പോയിന്റുള്ള ഇംഗ്ലണ്ടിന്റെ ആദിൽ റഷീദ് 2ാമതും. 707 റേറ്റിംഗ് പോയിന്റുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ അക്കീൽ ഹുസൈൻ 1ാമതാണ്. വെറും 2 റേറ്റിംഗ് പോയിന്റിനാണ് താരത്തിന്റെ 1ാം സ്ഥാനം നഷ്ടമായത്.